അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നമുക്കറിയാമല്ലോ. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നു. ഞാൻ വായിക്കുന്നില്ല. ആളുകൾ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചു, ആളുകളെല്ലാം ഓടിക്കൂടി. അത് കഴിഞ്ഞപ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്ന് സുവിശേഷം പ്രസംഗിച്ചു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. സുവിശേഷം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ആളുകൾ വന്നിട്ട് ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊന്നും ചെയ്യണ്ട എന്നല്ല പറഞ്ഞത്, ചെയ്യാനുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം. യേശുവിനെക്കുറിച്ചുള്ള കൃത്യമായ സുവിശേഷം അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ പറയുന്ന കാര്യം, കർത്താവ് ഇത് കേട്ടിട്ട് അവൾ ഹൃദയത്തിൽ കുത്തുകൊണ്ട 37-ാമത്തെ വാക്യത്തിൽ കുത്തുകൊണ്ടവരായി പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരെ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഈ വാക്യം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. എന്നറിയാമോ? ദ ഹോൾ ഗോസ്പൽ ഈ 3 ഒറ്റ വാക്യത്തിലുണ്ട് മുഴുവൻ. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനം നടക്കണം, അതിനുവേണ്ടി നിങ്ങൾ പാപം ഏറ്റുപറയണം, എന്നിട്ട് നിങ്ങൾ സ്നാനമേൽക്കണം, പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. എല്ലാം ഒറ്റ വാക്യത്തിനകത്തുണ്ട്. അവൻ്റെ അവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, ഞാൻ സമയമില്ലാത്തത് കൊണ്ടാണ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമാണ്. മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞു അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള 40-ാമത്തെ വാക്യത്തിൽ, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ. വേർപാടിൻ്റെ ഉപദേശവും പറഞ്ഞു. വേർപാടിൻ്റെ ഉപദേശവും. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒന്നും ചെയ്യണ്ടെന്നല്ല പറഞ്ഞത്, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങളുടെ പാപം ഏറ്റുപറയണം, പാപമോചനം പ്രാപിക്കണം, യേശുവിനോട് ചേരുവാൻ സ്നാനമേൽക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, അത് കർത്താവ് നിങ്ങൾക്ക് തരും. എന്നിട്ട് പറയുന്നത്, ഇനി നിങ്ങൾ പഴയതിലേക്ക് പോകരുത്. ഈ വക്രതയും കോട്ടമുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. അഥവാ സേവ് യുവർ സെൽഫ് ഫ്രം ദിസ് ക്രൂക്കഡ് ജനറേഷൻ. സേവ് യുവർ സെൽഫ്. അതായത് പാപത്തിൽ നിന്ന് കർത്താവ് നമ്മളെ രക്ഷിച്ചു, പക്ഷേ ഈ തലമുറയിൽ നിന്ന് നിങ്ങൾ തന്നെ രക്ഷിച്ചോണം. വേർപാടിൻ്റെ ഉപദേശം അതും കർത്താവ് പഠിപ്പിച്ചു, അതും പത്രോസ് പഠിപ്പിച്ചു. പത്രോസ് അത് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് തന്നെ കാണുന്നറിയാമോ? അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് സ്നാനമേറ്റു. അവർ സഭയെ വരാൻ തുടങ്ങി. സഭയെ വന്നപ്പോൾ അവരെന്തിനാ വന്നതെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അതാണ് സഭ. സഭ വേണ്ടാന്ന് പറയുന്നവർ, അല്ലെങ്കിൽ അത് ഞാനും ദൈവവുമായിട്ട് തീർത്തു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ സ്നാനപ്പെട്ടതാ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒന്നുമല്ല. നീ പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. സ്നാനപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നവർ സഭയിലേക്ക് വരണം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും. അതാ സഭയിൽ വരേണ്ടതിൻ്റെ ഒന്നാമത്തെ കാര്യം. സഭയിൽ അവർ വന്ന ആദ്യം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം എന്നറിയാമോ? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ടീച്ചിങ്സ് അത് നമുക്ക് ലഭിക്കുന്നത് സഭയിൽ നിന്നാണ്. അതിനാണ് ദൈവം ശുശ്രൂഷകരെ സഭയിലാക്കിയിരിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും. കൂട്ടായ്മ, ഫെലോഷിപ്പ്, ഇതൊക്കെ ഒത്തിരി നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. കൂട്ടായ്മ എന്ന് പറയുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല, ഭക്ഷണം കഴിക്കുന്ന നല്ല കാര്യമാണ്. ഞാനൊരു പെങ്കൊച്ചിനോട് സംസാരിച്ചപ്പോഴത്തേക്ക് പെങ്കൊച്ച് പറഞ്ഞ്, ബാംഗ്ലൂരിലുള്ള, ഞങ്ങളുടെ സഭയിൽ ഭയങ്കര ഫെലോഷിപ്പാണ്, ഞങ്ങളുടെ സഭയിൽ ഭയങ്കര ഫെലോഷിപ്പാണ്. ഞാൻ ചോദിച്ചു, എന്തോ ഫെലോഷിപ്പ്? ഏത് യോഗം കഴിഞ്ഞാലും KFC ഉണ്ടെന്ന്. ഏത് യോഗം കഴിഞ്ഞാലും KFC ഉണ്ട്, ഭയങ്കര ഫെലോഷിപ്പാണ്. ഞങ്ങളുടെ സഭയിൽ എന്നും ഫെലോഷിപ്പുണ്ട്. ഏത് യോഗം കഴിഞ്ഞാലും KFC ഉണ്ട്. അതല്ല ഫെലോഷിപ്പ്. ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഫെലോ ഇൻ ദ ഷിപ്പ്, ഒരു ഷിപ്പിൽ ഒരേ കപ്പലിൽ യാത്ര ചെയ്യുന്ന 2 പേര് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അത് നമ്മൾ കാണുന്നത് ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. ക്രിസ്തു തല, നമ്മളൊക്കെ അവയവങ്ങൾ. നമുക്ക് തലയുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നത് പോലെ മറ്റ് അവയവങ്ങളുമായിട്ടും ബന്ധമുണ്ട്. ഞാൻ ചിലപ്പോൾ പറയും, എൻ്റെ കയ്യിലൊരു കൊതുക് വന്ന് കടിച്ചാൽ, ഇടത്തെ കയ്യെ വന്ന് കൊതുക് കടിച്ചാൽ ഞാൻ ഓടി ഭിത്തിയെ കൊണ്ടിടിക്കുകയല്ല, എൻ്റെ വലത്തെ കൈ ഉടനെ തന്നെ അതിനെ അടിക്കും. ഒരു കോർഡിനേഷനുണ്ട്. ഒരു മെമ്പറുടെ ആവശ്യം എന്താണോ അത് ആ അവയവം, മറ്റേ അവയവം അത് മനസ്സിലാക്കി അത് പങ്കുവെക്കുന്നതാണ്. ആ അവയവങ്ങൾ തമ്മിലുള്ള ബന്ധം പോലെയുള്ള ബന്ധം സഭയിലെ വിശ്വാസികൾ തമ്മിലുണ്ടായിരിക്കണം.
എൻ്റെ അടുത്തിരിക്കുന്ന വിശ്വാസിയുമായി എനിക്ക് അങ്ങനെ ബന്ധമുണ്ടായിരിക്കണം. അവരുടെ വേദന എന്താണ്, അവരുടെ പ്രയാസം എന്താണ്, അവരുടെ സങ്കടം എന്താണ്, അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഞാൻ അറിയണം, അവരുടെ കുഞ്ഞുങ്ങളുടെ പ്രോബ്ലം ഞാൻ അറിയണം, അവരുടെ വേദനകൾ അറിയണം. അറിഞ്ഞ് ഇടപഴകുന്നതാണ് ശരിക്കും ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കാണുന്നുണ്ട് അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു. ഓക്കെ, അതെല്ലാം ഒത്തിരി വിശദമായിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ സഭയിലൂടെയാണ് നടക്കുന്നത്. ആ സഭയെ നമ്മൾ ഒരുക്കണം. ദൈവജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുകയാണ് സഭയുടെ ലക്ഷ്യം, ദൗത്യം എന്ന് പറയുന്നത്. ദൈവജനത്തെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കണം. എന്തിനാ സഭ? സ്വർഗം ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ സഭ എന്ന് പറയുന്നത്. സ്വർഗം ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ. കാര്യം നമ്മൾ സ്വർഗത്തിലൂടെ പോകല്ലേ. പോകുന്നതിന് ഞാൻ പറഞ്ഞത്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാ ജീവിക്കുക, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കും, അത് വേറെ കാര്യം. പക്ഷെ വേറെ കാര്യമുണ്ട്, എന്നാലും അത് ഇവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണമല്ലോ. അത് പ്രാക്ടീസ് ചെയ്യാൻ തന്നിരിക്കുന്ന കാര്യമാണ് സഭ എന്ന് പറയുന്നത്, സ്വർഗം പ്രാക്ടീസ് ചെയ്യാൻ. ഇപ്പം നമ്മൾ ഈ സ്പേസ് ട്രാവലേഴ്സൊക്കെ ഉണ്ടല്ലോ, എസ്പെഷ്യലി നമ്മളുടെ കൽപ്പന ചൗള, ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ഹു വാസ് ഗോയിങ് ടു ദ സ്പേസിലേക്ക് പോയ കൽപ്പന ചൗളയെ സ്പേസിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തപ്പോൾ എങ്ങനെയാ അവളെ എന്താ ചെയ്തത്? ISROയിൽ നിന്ന് ഞാനങ്ങ് പറയുക, ISRO എന്നൊരു ഫോൺ കോൾ വരിക കൽപ്പന ചൗളയ്ക്ക്. കൽപ്പന, ഞങ്ങൾ നിന്നെ സ്പേസിലേക്ക് വിടാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ്. നാളെ രാവിലെ 9 മണിക്കാണ് സ്പേസിലേക്ക് പോകുന്ന ഷട്ടിൽ ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. അതുകൊണ്ട് 8:30 മുമ്പ് ISROയുടെ ഓഫീസിൽ വന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് എന്ന് പറയുമോ? ഇല്ല. എന്നറിയാമോ? സ്പേസിലേക്ക് പോകണമെങ്കിൽ സ്പേസിൽ ചെന്നാൽ എങ്ങനെയാണോ അത് ഇവിടെ പ്രാക്ടീസ് ചെയ്യണം. ശൂന്യാകാശത്ത് ചെന്ന് ഇവിടെ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ പറ്റില്ല. അവിടെ ഭാരമില്ല, അവിടെ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും എങ്ങനെ സ്പേസിൽ നമ്മൾ ഇടപെടണമെന്നുള്ളത് സ്പേസിൻ്റെ ശൂന്യാകാശത്തിൻ്റെ ഒരു സ്റ്റേജ് പോലെ ഇവിടെ ഉണ്ടാക്കിയിട്ട് നമ്മളെ അത് പ്രാക്ടീസ് ചെയ്യിക്കുകയാണ്. എന്നിട്ടേ ഷട്ടിലെ കയറ്റി മുകളിലോട്ട് കൊണ്ടുപോകത്തുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇതുപോലെ നമ്മളെ സ്വർഗത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകുമ്പോൾ കർത്താവ് ഭൂമിയിലാക്കിയിരിക്കുക, സഭയിലാക്കിയിരിക്കുക. എന്തിനാണെന്നറിയാമോ? സഭയിൽ സ്വർഗം പ്രാക്ടീസ് ചെയ്യണം. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ സ്വർഗം പ്രാക്ടീസ് ചെയ്യണം. കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ വരവിന് വേണ്ടി, കർത്താവിൻ്റെ വരവിന് ശേഷമുള്ള ആ നിത്യതയിൽ നമ്മൾ വാഴുന്ന ആ അവസ്ഥ ഇവിടെ പ്രാക്ടീസ് ചെയ്യണം. സ്വർഗം ഇവിടെ പ്രാക്ടീസ് ചെയ്യണം. സ്വർഗം ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ദൈവം സഭയെ ആക്കിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ FS ലേഖനത്തിൽ തന്നെ നമ്മൾ 2-ാം അധ്യായത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. സ്വർഗത്തിൽ ഇരുത്തുമെന്നല്ല പറയുന്നത്, ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. ഇത് ഫ്യൂച്ചർ ടെൻസ് അല്ല, പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പൊ തന്നെ നമ്മൾ സ്വർഗത്തിലാണ്. സ്വർഗം ഇവിടെ പ്രാക്ടീസ് ചെയ്യുകയാണ്. സ്വർഗം പ്രാക്ടീസ് ചെയ്യാൻ എവിടെ പറ്റുള്ളൂ? നമുക്ക് ലോകത്തിൽ അത് ലോകത്തെ നോക്കി അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സഭയിൽ വന്നു കഴിഞ്ഞാൽ എന്താ കാണേണ്ടത്? ദ ചേർച്ച് ഈസ് എ കോൺസുലേറ്റ് ഓഫ് ഹെവൻ എന്ന് പറയാറുണ്ട്. ഇപ്പം നമ്മൾ അമേരിക്കൻ എംബസിയിൽ ചെന്ന് അല്ലെങ്കിൽ കോൺസുലേറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഇന്ത്യയിൽ അമേരിക്കൻ എംബസിയിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ, എംബസിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം അമേരിക്കയിലെ പോലെ അവരുടെ സിസ്റ്റമാണ്. അവിടെ ഫോളോ ചെയ്യുന്നത് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ടാൻസാനിയയിൽ ഇന്ത്യൻ എംബസിയിൽ കയറി കഴിഞ്ഞാൽ ടാൻസാനിയയിലെ ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റമല്ല, ഇന്ത്യയുടെ സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്യുന്നത്. എന്നതുപോലെ ടാൻസാനിയയിലാണ് ഇന്ത്യൻ എംബസി എങ്കിലും ടാൻസാനിയയിലെ കാര്യങ്ങളല്ല ഫോളോ ചെയ്യുന്നത്, പ്രത്യുത ഇന്ത്യയിലെ കാര്യങ്ങളാണ്, ഇന്ത്യയിലെ പോലെയാണ് കാര്യങ്ങൾ. എന്നതുപോലെ നമ്മൾ ചർച്ചിലേക്ക് വന്നു കഴിയുമ്പോൾ, ചർച്ച് ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെ സിസ്റ്റം അല്ല ഈ ചർച്ചിനകത്ത്.
സ്വർഗത്തിൻ്റെ സിസ്റ്റം ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി എ കോൺസുലേറ്റ് ഓഫ് ഹെവൻ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഷുഡ് ബി എ കോൺസുലേറ്റ് ഓഫ് ഹെവൻ. പുറത്തുനിന്ന് ഒരാൾ നമ്മുടെ സഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്വർഗം അയാൾ കാണണം, സ്വർഗം ദർശിക്കണം, സ്വർഗത്തിൻ്റെ സിസ്റ്റം ദർശിക്കണം. ഞാൻ 50 വർഷം ആയി രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. 50 വർഷം മുമ്പ് ഞാൻ ആദ്യമായിട്ട് ഒരു ചർച്ച് എന്നൊന്നും പറയാനില്ല, അവിടെ കൂട്ടായ്മ ആദ്യമായിട്ട് തുടങ്ങിയതാണ്. ഞങ്ങളുടെ കുടിയന്നൂർ സഭയിൽ പെന്തിക്കോസ്റ്റൽ ചർച്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നു പെന്തിക്കോസ്റ്റുകാരൻ ആരാന്നുള്ളത് പോലും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 12 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ എനിക്ക്. അപ്പം ഞാൻ അവിടെ കുറച്ച് പേര് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ വിളിച്ചത് കൊണ്ട് ഞാനൊരു മീറ്റിങ്ങിന് പോകാമെന്ന് ചിന്തിച്ചു. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു കസേരയും ഇല്ല, പാസ്റ്റർ പോലും നിലത്തായിരിക്കുന്നത്. അന്നത്തെ സിസ്റ്റമല്ല അത്. ഈ പാസ്റ്ററുടെ വീടിൻ്റെ വരാന്തയിലാണ്, അല്ലാതെ കെട്ടിടമൊന്നുമില്ല. അപ്പോൾ ഞാനും അവിടെ ചെന്ന് മുട്ടുമടക്കി ഇരിക്കാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഞാനൊന്ന് നോക്കി. പക്ഷേ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ അവരെല്ലാം ദൈവസാന്നിധ്യം അനുഭവിക്കുന്നതായി എനിക്ക് തോന്നി. ഭയങ്കര ഗോഡ്ലി പ്രസൻസ് എനിക്ക് അവിടെ ഫീൽ ചെയ്തു, ദൈവസാന്നിധ്യം. ഞാൻ എന്നെ നോക്കി, ഞാൻ മാത്രം ഒരു പാപി, ബാക്കിയുള്ളവരെല്ലാം വിശുദ്ധന്മാർ, ദൈവത്തെ എൻജോയ് ചെയ്യുന്നു. ഒരു പാട്ടൊക്കെ പാടുമ്പോഴത്തേക്ക് ദൈവത്തെ എൻജോയ് ചെയ്യുക. മുട്ടുമടക്കി ഇരുന്ന ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു, പുറത്തു പോയി. എനിക്കവിടെ ഇരിക്കാൻ, ഞാൻ മിസ്ഫിറ്റ് ആണെന്ന് എനിക്ക് തോന്നിയതല്ല, അത് കറക്റ്റാണ്. എനിക്കവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ പുറത്തു പോയിട്ട്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് രാത്രിയാണ്, ഞാൻ മാറത്തടിച്ച് നിലവിളിച്ചു, ദൈവമേ ഞാനൊരു പാപിയാന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. കാര്യം ആ സഭയെന്ന് പറഞ്ഞാൽ വലിയ കെട്ടിടമൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ആ വീടിൻ്റെ വരാന്തയിൽ ഞാൻ സ്വർഗം കണ്ടു. ഹല്ലേലൂയ. നമ്മുടെ സഭയിലേക്ക് ഒരു പാപിയായ മനുഷ്യൻ കടന്നു വന്നാൽ ദൈവ സാന്നിധ്യം കാണണം, ദൈവത്തെ കാണണം. ഒരു പരിധി വരെ അവനിവിടെ ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകണം. ഇരിക്കരുതെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് തീക്കകത്ത് വന്ന് നിൽക്കുന്നത് പോലെ അവൻ്റെ പാപം ഏറ്റുപറയുന്ന, പൊട്ടിക്കരയുന്ന ഒരവസ്ഥ ഉണ്ടാകണം. എന്നോട് നീ പാപിയാണെന്നുള്ള പ്രസംഗം കേട്ടിട്ടല്ല ഞാൻ പൊട്ടിക്കരഞ്ഞത്, ദൈവ സാന്നിധ്യം കണ്ടു പൊട്ടിക്കരഞ്ഞതാ. ഞാൻ ഒരു പാപിയാണെന്ന് എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ആ ദൈവ സാന്നിധ്യത്തിലേക്ക് കടക്കാൻ കഴിയാതെ. യെശയ്യാവിന് ദർശനം ഉണ്ടാകുമ്പോൾ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിൻ്റെ മധ്യേ വസിക്കുന്നു എന്ന് അലറി കരഞ്ഞ് പറഞ്ഞതുപോലെ ദൈവത്തെ കണ്ടതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവിടെ ദൈവ സാന്നിധ്യം ഞാൻ കണ്ടു. അപ്പോൾ ഞാനൊരു പാപിയാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മുടെ സഭ എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ ഒരു കോൺസുലേറ്റ് ആയിരിക്കണം. സ്വർഗത്തിൻ്റെ ഒരു കോൺസുലേറ്റ്. ഇവിടെ നമ്മൾ സ്വർഗം പ്രാക്ടീസ് ചെയ്യണം. ഒരു സഭയുടെ മുമ്പിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാണെന്ന് പറഞ്ഞത്, വി നീഡ് ടു ഫ്ലൈ ടു ഹെവൻ ആൻഡ് ഇഫ് യു വാണ്ട് ടു ഫ്ലൈ ടു ഹെവൻ, ഫ്ലൈയിങ് ലെസൺസ് ആർ ഗിവൺ ഹിയർ എന്ന്. നമ്മൾ സ്വർഗത്തിലേക്ക് പറന്നു പോകണം. അവിടെ പറന്നു പോകാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പറന്നു പോകാനുള്ള ഫ്ലൈയിങ് ലെസൺസ് ഇവിടെ കൊടുക്കുന്നതാണെന്ന്. അതാണ് വാസ്തവത്തിൽ സഭ, സ്വർഗത്തിലേക്ക് മനുഷ്യനെ കയറ്റുന്നതായ സഭ. അതാണ് ശരിയായ നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഭയെ അതിനുവേണ്ടി ഒരുക്കണം, സ്വർഗത്തിന് വേണ്ടി ഒരുക്കണം, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കണം. ഇനി അടുത്ത സെഷനിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന്, നമ്മൾ പറഞ്ഞു കർത്താവിൻ്റെ വരവിന് വേണ്ടി വ്യക്തികൾ ഒരുങ്ങണം, വിശുദ്ധിയിൽ ഒരുങ്ങണം, കുടുംബത്തെ ഒരുക്കണം, സഭയെ ഒരുക്കണം, സഭയെ വിശുദ്ധിയിൽ ഒരുക്കണം. എന്നാൽ അതേപോലെ തന്നെ കർത്താവിൻ്റെ വരവിന് വേണ്ടി സഭയെ ഒരുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഭയെ സുവിശേഷീകരണത്തിന് വേണ്ടി ഒരുക്കണം.